ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടുത്തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനികൾ ഇനി എങ്ങാണീ യാത്ര. അപ്പോൾ നന്നായി പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. നീ കണ്ടുവോ മായാവിയാവിൻ മണിവർണ്ണനേ. നമസ്കാരം, ഞാനിപ്പോഴുള്ളത് കായംകുളത്താണ്. ഈ കായംകുളത്ത് വെച്ച് യാദൃച്ഛികമായി ഞാനൊരാളെ കാണാനിടയായി. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനെ, ബാബു. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ബാബു. ഫൈനൽ റൗണ്ടിനോടടുപ്പിച്ച് അദ്ദേഹം പരിപാടിയിൽ നിന്ന് ഔട്ടായി. അപ്പോൾ ഇന്ന് യാദൃച്ഛികമായാണ് ബാബുവിനെ കണ്ടത്. ബാബുവിനോട് കേരളത്തിലെ പ്രേക്ഷകരോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, നമുക്ക് ചോദിക്കാം. ബാബു, സുഖമാണോ? സുഖമാണ്. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാനിപ്പോൾ ചെറിയ രീതിയിലുള്ള ഭക്തിഗാനസുധ സംഗീത കച്ചേരി, കൂടുതലും ക്ഷേത്ര പരിപാടികളാണ്. പിന്നെ അതല്ലാതെ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്, ആധ്യാത്മിക പ്രഭാഷണം, അതുപോലെ ഗുരുദേവ പ്രഭാഷണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സത്യസായി സേവാ സമിതിയുടെ ഭജൻസിനൊക്കെ പോകാറുണ്ട്. പരിപാടിയൊക്കെ കിട്ടുന്നുണ്ടോ? പരിപാടി കിട്ടുന്നുണ്ട്. പിന്നെ അഖണ്ഡനാമത്തിനൊക്കെ ചെറിയ രീതിയിൽ ഹാർമോണിയൊക്കെ വായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. കുടുംബത്തിനെ കുറിച്ച്? കുടുംബം, എനിക്ക് ഭാര്യ, 2 മോൾ. മൂത്ത മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, BA സെക്കൻഡ് ഇയർ ആണ്, കായംകുളം MSM കോളേജിലാണ്. ഇളയാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഗേൾസിലാണ്. എൻ്റെ ഭാര്യയുടെ പേര് സിന്ധു, മൂത്ത മോളുടെ പേര് സായി പ്രിയ, ഇളയ മോളുടെ പേര് സായി ലക്ഷ്മി. അതാണ്. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാർ നടമാടും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത്? ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് അതായത് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കാണ്, അത് ആവർത്തന വിരസത ഉണ്ടാക്കും എങ്കിൽ പോലും, ആവർത്തന വിരസത ഉളവാക്കുമെങ്കിൽ പോലും ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കായംകുളത്തിൻ്റെ പേര് എനിക്ക് അറിയപ്പെടാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ കാര്യം, സാധാരണ എല്ലാവരും ഇന്നത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂജൻ കലാകാരന്മാരൊക്കെ തന്നെ അവരുടെ പേര് മാത്രമേ വെളിപ്പെടുത്താറുള്ളൂ. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ബാബു കായംകുളം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറില്ല, കായംകുളം ബാബു. അപ്പം ഈ കായംകുളമാണ് എന്നെ വളർത്തി വലുതാക്കിയത്. കായംകുളം വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ വാസന്തി ലക്ഷ്മി ഞാനും എന്ന് പറഞ്ഞതുപോലെ, ആ സിനിമയെ പറയുന്ന പോലെ, വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ള, വഴിയമ്പലത്തിൽ വഴിതെറ്റി വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോൾ കരുവാറ്റ എന്ന് പറയാം. കരുവാറ്റ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ആ പാട്ടിൽ തന്നെ പറയുന്നത് വഴിയമ്പലത്തിൽ വഴിതെറ്റി വന്നു. കാര്യം വഴിയമ്പലത്തിന് വടക്കുവശമുള്ള ഒരു വ്യക്തിയാണ് എന്നെ എടുത്തു വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് പാപ്പൻ എന്നാണ്, കൂലിക്കുന്നിൽ പാപ്പൻ എന്ന് പറഞ്ഞ കരുവറ്റയുള്ളൊരു വ്യക്തിയാണ് എന്നെ വളരെ കുഞ്ഞുനാളിൽ എടുത്തു വളർത്തിയത്. അച്ഛനും അമ്മയില്ല, കാര്യം ഞാൻ എവിടെ ജനിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അച്ഛനും അമ്മയും കൊച്ചിലെ നഷ്ടപ്പെട്ടതാണ്. എൻ്റെ അച്ഛൻ്റെ പേര് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പത്മനാഭൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ പേരാണ് ഞാൻ പറയുന്നത്. സംഗീതം സരസ്വതി. നമ്മുടെ വേദങ്ങൾ പോലും ഉദ്ഘോഷിക്കുന്ന മാതാശ്ച പാർവതി ദേവി, പിതാദേവു മഹേശ്വര ബാന്ധവ ശിവഭക്താച്ച സ്വദേശി ഭുവനത്രയം എന്ന ആപ്തവാക്യത്തിൽ കൊണ്ടാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ പേര് പോലും രേഖപ്പെടുത്തുന്നത്. അമ്മ என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே, நேரில் நின்று பேசும் தெய்வம் பெற்ற தாய் என்று വേറൊன்று ഏത്. പിന്നെ ഈ പറയുന്ന എടുത്തു വളർത്തിയ അദ്ദേഹം മരിച്ചുപോയി? ഇല്ല, മരിച്ചുപോയി. അദ്ദേഹം എത്ര വർഷം വയസ്സ്? എനിക്കൊരു 10-14 വയസ്സ് വരെയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ മകനാണ് എന്നെ വളർത്തിയത്. ഞാൻ അദ്ദേഹത്തിൽ നിന്നും
കുറച്ച് നാൾക്ക് ശേഷം ഒരു 10-25 വയസ്സുള്ള ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് വിട്ടുമാറുകയായിരുന്നു. സ്വന്തമായിട്ട് ഞാൻ സ്വതന്ത്രമായി ഒറ്റയ്ക്ക് ജീവിച്ചു. അങ്ങനെയാണ് എനിക്ക് സംഗീതം പഠിക്കുവാനൊക്കെ ഉണ്ടായ സാഹചര്യം. സംഗീതം ആദ്യം കായംകുളത്ത് വിജയമാഷ് എന്ന് പറഞ്ഞ സാറിൻ്റെ ശിക്ഷണത്തിൽ ഹാർമോണിയം അഭ്യസിച്ച്, പിന്നെ കരുനാഗപ്പള്ളി ഭാസ്കരപിള്ള സാറിൻ്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് 1999 ഒക്ടോബർ 5-ാം തീയതി കായംകുളം വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി. അതിനുശേഷം മാവേലിക്കര ഗോപിനാഥ് സാറിൻ്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ച് അങ്ങനെ പല പല ക്ഷേത്രങ്ങളിൽ, പ്രമുഖ ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, പിന്നെ ഏഷ്യാനെറ്റ്, അമൃത ചാനൽ തുടങ്ങിയിട്ടുള്ള വേദികളിലൊക്കെ കച്ചേരി അവതരിപ്പിച്ച് സ്റ്റാർ സിംഗറിലൊക്കെ വരുന്നതിന് മുൻപായിട്ട് അങ്ങനെ മാവേലിക്കര ക്ഷേത്രത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ച് എനിക്ക് സംഗീത കലാഭാരതി എന്ന് പറയുന്നൊരു ബഹുമതി 2002 എനിക്ക് ലഭിക്കുകയുണ്ടായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നത്. പക്ഷേ ആ സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുൻപ് 2010 വരെ ഞാൻ പ്രൈവറ്റ് ബസ്സുകളിൽ പാടുമായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നെൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. സ്വന്തമായിട്ട് വീടും ഒക്കെ ആയിട്ടുണ്ട്. കായംകുളത്ത് തന്നെയാണ്, KPC ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. KPCക്ക് കിഴക്ക് വശമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കായംകുളത്ത് തന്നെ എൻ്റെ പേര് അന്വർത്ഥമാക്കും വിധം അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഇതൊന്നും എൻ്റെ ഇതല്ല, സർവശക്തനായ ജഗദീശ്വരൻ്റെ. ഞാൻ ഈശ്വരനെ കാണുന്ന 2 വ്യക്തിത്വത്തിലാണ് ഞാൻ ഈശ്വരനെ കാണുന്നത്. ഈശ്വരൻ മനുഷ്യരൂപം എടുത്തു വരികയാണെങ്കിൽ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അതോടൊപ്പം പിന്നെ ഒരു ഈശ്വര സ്ഥാനമായിട്ട് ഞാൻ കാണുന്നത് ഈശ്വരീയ ഭാവത്തിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയും ഈശ്വരനും അപ്പുറമായിട്ടുള്ള ഗുരുസ്ഥാനം, ഗുരുവല്ലോ പരദൈവം എന്ന സ്ഥാനത്ത് ഞാൻ ശ്രീനാരായണ ഗുരുദേവനെയാണ് കാണുന്നത്. പിന്നെ ദേവതാഭാവത്തിൽ ഞാൻ ചിറ്റുകുളങ്ങരയമ്മയാണ് ആരാധിക്കുന്നത്. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. നമ്മൾ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ അന്ന് 2010 പങ്കെടുത്ത ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോഴും സൗഹൃദമുണ്ടോ? അവരൊക്കെ വിളിക്കാറുണ്ടോ? അവരെ അങ്ങനെ വിളിക്കാറില്ല. കാര്യം വളരെ അപൂർവമായിട്ട് വിളിക്കത്തേ ഉള്ളൂ. കാര്യം അന്നും അവിടെ നിൽക്കുന്ന സമയത്ത് പോലും അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. കാര്യം അത് മറ്റൊന്നുമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യം. ഞാൻ ആദ്യമേ എൻ്റെ ഒരു ജീവിത സാഹചര്യം, ഞാൻ സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറായിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോഴെന്നെ ഈ ഉൾക്കൊള്ളാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം അത് അവിടുത്തെ അന്ന് നമ്മുടെ ശരത് സാർ ഉണ്ടായിരുന്നു, MG ശ്രീമാർ സാർ ഉണ്ടായിരുന്നു, ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു. അവരൊക്കെ വിളിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ല, അവരാരും അന്നും വിളിക്കത്തില്ല. കാര്യം അത് അവരുടെ കുറ്റമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള, അവരിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരായിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ അവരായിട്ട് ഒരു ഗായകരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റും ഐഡിയയുമായിട്ടുള്ളൊരു ടച്ച്, ഒരു ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ട് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പരസ്യം, അതോടൊപ്പം ഏഷ്യാനെറ്റ് കുറച്ച് ഗായകരെ രംഗത്ത് കൊണ്ടുവരിക, അതിനകത്ത് ഇവരുടെ പങ്കുന്നു. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് നമുക്ക് പാട്ടിനകത്ത് എന്തെങ്കിലും ഒരു ന്യൂനതകളുണ്ടെങ്കിൽ, ഇപ്പോൾ സംഗതി എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ നമ്മൾ പാട്ടിന് സ്വരസ്ഥാനങ്ങൾ തെറ്റുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് തിരുത്തുക. അതിന് അവരെ നിയോഗിക്കപ്പെട്ടിരുന്നൊരു ഡ്യൂട്ടി, അല്ലാതെ അവർ മുഖാന്തരം ഒരു ഗായകരെയും പ്രൊമോട്ട് ചെയ്തതായിട്ട് എനിക്കറിഞ്ഞൂടാ, എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. അതിനുശേഷം നമ്മൾ 2010 ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം താങ്കൾ വീണ്ടും ഇതിലോട്ട് ബസ്സിൽ പാടാൻ പോയിട്ടുണ്ടോ? ഇല്ല, പാടാൻ പോയിട്ടില്ല. അത് ചിലരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊക്കെ അതിനകത്ത് യാതൊരു പരമാർത്ഥവും ഇല്ല. കാര്യം എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പ്രോഗ്രാമിനൊക്കെ ഇടിവുണ്ട്. പക്ഷേ ഞാനൊരർത്ഥത്തിൽ ഇന്ന് വരെ ഈ ഈശ്വരനതിന് ഇടയാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഓച്ചിറ ക്ഷേത്രത്തിലും ചിറ്റുകുളങ്ങര ക്ഷേത്രത്തിലും ഇരുന്ന് പാടുമ്പോൾ എനിക്ക് ഓരോരുത്തർ അതെൻ്റെ ചിലരൊക്കെ എൻ്റെ ഹൃദയം കൊണ്ട് പാടുന്നു, അങ്ങനെ എനിക്ക് ആഹാരത്തിന് വഴിമുട്ടി, അതൊക്കെ അത് വെറും ഫേക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാനും കണ്ടിരുന്നു ഇടയ്ക്ക്. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഇല്ല, അത് ബുദ്ധിമുട്ട് ജീവിത സാഹചര്യത്തിലുണ്ട്. അല്ല, അങ്ങനെയല്ല, വേറെ ഇപ്പോൾ ബാബുവിനെ കാണുന്ന ഒരു സാഹചര്യത്തിലല്ല അവതരിപ്പിക്കപ്പെട്ടത്. ഇല്ല, അതെ. കാര്യം ഞാനിപ്പോഴും ഓച്ചിറ ക്ഷേത്രത്തിൽ ഇരുന്ന് പാടുമ്പോൾ ഇത് വളരെ ടെലികാസ്റ്റ് ചെയ്യണം, എൻ്റെ ഒരു നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ അവിടെ ഒരു തുണി പിരിച്ചിരുന്നല്ല പാടുന്നത്, ഞാൻ വെറുതെ ഇരുന്നിട്ട് മൈക്ക് വെച്ച് കരയൊക്കെ വെച്ച് പാടുകയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു നാണയത്തൊട്ടോ
ഒരു 5 രൂപ ഒരു 10 രൂപ ആരെങ്കിലും തരുന്നത് ഞാൻ നിഷേധിക്കത്തില്ല. കാര്യം ഞാൻ അതിന് വേണ്ടിയിട്ട് പാടുകയല്ല. പക്ഷേ അതെനിക്ക് ലഭിക്കുമ്പോൾ ഒരു ഓസ്കാർ അവാർഡ് ലഭിക്കുന്നതിനേക്കാളും അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരാളിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 5 രൂപ ഒരു 50 ഒരു അമ്മ ചിലപ്പോൾ ഒരു 50 പൈസയാകാം, 1 രൂപയാകാം, എൻ്റെ കൈ കൊണ്ട് തരിക, ഇന്നാ ബാബു അല്ലെങ്കിൽ ഇന്നാ മുന്നിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിക്കും. കാര്യം ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വന്നതാണ്. പക്ഷേ അതെനിക്ക് കിട്ടുന്ന ഒരു വലിയ ലോകത്തിലേക്ക് കിട്ടുന്നതിന് ഏറ്റവും വലിയ കാര്യം. കാരണം ഞാനത് ആ ഒരു സാഹചര്യത്തിൽ വളർന്നപ്പോൾ എനിക്കത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഞാനത് നാളെ ഒരു സമയത്ത് എൻ്റെ അവസ്ഥ എന്താണെന്ന് ആര് കണ്ട് ഇന്ന് ഞാൻ നിഷേധിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു താഴ്മയിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഇപ്പം ഞാൻ 2 കൈ നീട്ടി അത് വാങ്ങിക്കും. പക്ഷേ ഒരിക്കലും ഞാനൊരു സാമ്പത്തികത്തിന് വേണ്ടി തുണിയും വിരിച്ചിരുന്നല്ല അവിടെ പാടുന്നത്. തരുന്നത് സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു. അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ മാർഗം കൂടി ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനതൊരു ജീവന ഉപാധിയായിട്ട് ഒരിക്കലും ഞാനത് തിരഞ്ഞെടുത്തിട്ടില്ല. ഇനി എന്താണ് ജീവിതത്തിലുള്ള ഒരു ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം? എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ പണ്ട് ഞാൻ അനാഥനായിരുന്ന സമയത്ത് ഞാൻ സനാതനായ സമയത്ത് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മക്കളെ വിവാഹം കഴിച്ചിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതെല്ലാം പണ്ട് ഞാൻ പറഞ്ഞ മാൻ പ്രപ്പോസസ് ബട്ട് ഗോഡ് ഡിസ്പോസസ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയത്തില്ല. ഇപ്പം എൻ്റെ ജീവിത സാഹചര്യത്തെ കണക്കിലെടുത്ത് മാൻ പ്രപ്പോസസ് ബട്ട് ഗോഡ് ഡിസേബ്ഡ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതുപോലുള്ള അനുഗ്രഹങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് സർവശക്തനായ ജഗദീശ്വരൻ, ഞാൻ വിശ്വസിക്കുന്ന ഭഗവാന്മാർ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദേവതാഭാവത്തിൽ അമ്മയാകട്ടെ അച്ഛനമ്മമാർ എനിക്ക് തരുന്നുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ളൊരു തലത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുക, പിന്നെ അതോടൊപ്പം ഒരു മേഖല ഒരു കാര്യം നല്ല അറിയപ്പെടുന്നൊരു ഗായകനാകുക, അതാണ്. പിന്നെ ജീവിതം, മക്കളെ, ഭാര്യ, അതൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടായതല്ലേ. അപ്പോൾ അവരുടെ കാര്യം ഇതെല്ലാം ദൈവത്തിന് തന്നെ നമ്മൾ പരമേൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ബാബുവിന് കുറച്ചുകൂടെ സന്തുഷ്ടനാവും അല്ലേ? തീർച്ചയായിട്ടും. അത് ഏറ്റവും കൂടുതൽ എനിക്ക് കച്ചേരി കിട്ടുന്നതിനോടും ഭക്തിഗാനസുത കിട്ടുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോഴൊരു പ്രോഗ്രാമിന് ഒരു ഭക്തിഗാനസുതയ്ക്ക് ഒരു 25,000 രൂപ ചോദിച്ചു കഴിഞ്ഞാലും ഒരുമാതിരി ഓർക്കസ്ട്ര വെച്ച് തരാൻ മടിയാണ്. കാര്യം ആരുടെയും കുറ്റമല്ല. അമിതമായിട്ട് സാമ്പത്തികമുള്ളവരാരും നമ്മളെ വിളിക്കത്തില്ല. കുറച്ച് ഇടത്തരവും പിന്നെ സാമ്പത്തികമായിട്ട് കുറേ താഴ്ന്നു വരും. അപ്പോൾ അവരെ കുറ്റം പറയില്ല. പക്ഷേ 4-5 ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുത്ത് മറ്റ് ഈ മെഗാ ഷോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തി അടിയുണ്ടാക്കി പിരിയുന്നതിന് പലർക്കും താല്പര്യമാണ്. പക്ഷേ എന്നെപ്പോലുള്ളൊരു വ്യക്തിയുടെ ഒരു ജീവിത സാഹചര്യം മനസ്സിലാക്കിയിട്ട് എനിക്ക് അർഹിക്കുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് തന്നിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള പിരിച്ചുവിടാനോ ആരും മുതിരുന്നില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥം ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കാൻ, എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ ഇല്ല, സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല. സ്കൂളിൽ പോയിട്ട് അത്യാവശ്യം നന്നായി പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആധ്യാത്മ ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഗുരു. പിന്നെ ഒത്തിരി മാനസ ഗുരുക്കന്മാരുണ്ട്. പിന്നെ സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ പല പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒട്ടനവധി പേരുമായിട്ട് എനിക്ക് സംസർഗം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസർഗജാ ഗുണാദോഷം, അതാണ് ജീവിതത്തിൽ മാറ്റം എന്ന് പറയുന്നത്. എന്തായാലും ബാബുവിനെ കണ്ടതിൽ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. ഗാനഗന്ധർവനൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണുക എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വിരൽ സ്പർശം ഏൽക്കുവാനും എനിക്ക് ഭാഗ്യം. DN ന്യൂസിനോടെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിലും ഇതൊരു നിമിത്തമാണ്. ഇപ്പം അർജുനോട് ഭഗവാൻ പറഞ്ഞു യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് നിമിത്തമാത്ര ഭവസവ്യസാജി. ഞാനിന്ന് യഥാർത്ഥത്തിൽ അപ്പുറം വഴി KSRTC സ്റ്റാൻഡിലോട്ട് പോകേണ്ട ഞാനിന്ന് ഇതിലേ ഒന്ന് വരാമെന്ന് കരുതി. അതൊരു നിമിത്തമാണ്. തീർച്ചയായും ബാബു ഒരു പാഠമാണ് നമുക്കെല്ലാവർക്കും. ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുമ്പോൾ നമുക്ക് ഒരു വലിയൊരു പാഠമാണ്. അനാഥനായി ജനിച്ചു, അനാഥനായി വളർന്നു, ഒടുവിൽ നല്ലൊരു അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന, അതും കാഴ്ച പരിമിതിയോടുകൂടി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല ഒരു കുടുംബസ്ഥനായി അദ്ദേഹം നല്ലൊരു നിലയിലേക്ക് തന്നെ എത്തി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇടയ്ക്ക് ഏതോ ഒരു മീഡിയയിൽ കണ്ടിരുന്നു അദ്ദേഹത്തിനെക്കുറിച്ച്. ഇപ്പോൾ കണ്ടതിൽ നിന്നും വിരുദ്ധമായി അദ്ദേഹം വളരെ കഷ്ടപ്പാടിലാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കാണാനിടയായി. അന്ന് മുതൽ അദ്ദേഹത്തെ കാണണം എന്ന് കരുതുന്നു. പക്ഷേ ഇന്ന് യാദൃച്ഛികമായി ദൈവത്തിൻ്റെ ഒരു നിശ്ചയം പോലെ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തെ കണ്ടത് തന്നെ എനിക്കൊരു ഭാഗ്യമായി കരുതുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, കാരണം നമ്മുടെ അമ്പലങ്ങളിലും അതുപോലുള്ള പരിപാടികൾക്കും വിവാഹത്തിനും ഒക്കെ ഒരു പരിപാടി ബാബുവിന് കൊടുത്താൽ അതായിരിക്കും നമുക്ക് ബാബുവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സഹായം. കല്യാണത്തിനും അതുപോലുള്ള ഫംഗ്ഷൻസും അതുപോലെ അമ്പലത്തിലെ പരിപാടിയൊക്കെ ബാബുവിനെ ക്ഷണിക്കണം. അതാണ് നമുക്ക് ബാബുവിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കെ ബാബു. ഓക്കെ, താങ്ക്സ്. വളരെ നന്ദി. താങ്ക്സ്. സരിഗമ പധനി സാനിധ പമഗരി
സരിഗമ പദനി സനിധപ മഗരി സരിഗമ പദനി സനിധപ മഗരി സരിഗമ പദനി സനിധപ മഗരി സരി സരി സരിഗമ പദനി സനി സനി സനിധപ മഗരി